ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഒരു ബില്ലിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ കുറച്ച് കാലം ഒരു കടയിൽ നിന്നിട്ടുണ്ടായിരുന്നു. പലചരക്ക് കടയാണ്, അരിയും സാധനങ്ങളൊക്കെ തൂക്കി കൊടുക്കുന്ന കടയാണ്, ഫ്രൂട്ട്സ് ഉണ്ട്, തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഈ കടയിൽ നിന്ന് നോർമലായിട്ട് ബില്ല് ചെയ്യുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരാൾ സാധനം എടുത്ത് കൊടുക്കുകയും മറ്റൊരാൾ ബില്ല് ചെയ്യുകയും സാധാരണ ചെയ്യാം. ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ കടയിൽ നമ്മൾ സാധാരണ ഒരു ചെറിയ പേപ്പറിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് കൂട്ടുക ചെയ്യാം. അപ്പോൾ അത് എത്ര ഐറ്റംസ് ഉണ്ട്, അത് ഒപ്പിച്ച് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് സാധനം കൊടുത്തിട്ട് ആ സാധനം മിസ്സായി കഴിഞ്ഞാൽ അതും കംപ്ലയിൻറ്റ് തന്നെയാണ്. അപ്പോൾ മാക്സിമം അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൃത്യമായ രീതിയിൽ എണ്ണ അനുസരിച്ച് കൊടുക്കാൻ നോക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പേപ്പറിൽ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ദിവസം ഒരുപാട് പേപ്പറിൽ ഇങ്ങനെ എഴുതി കളയേണ്ടി വരും. പേപ്പർ ഒരുപാട് വേസ്റ്റായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഒരു വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബില്ലിങ്ങിന് മാത്രമുള്ള വെബ്സൈറ്റ്. അപ്പം ഇത് നമുക്ക് മൊബൈൽ ഫോണിലും ആക്സസ് ചെയ്യാം, കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാം. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കീവേഡ് വെച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് എല്ലാവർക്കും ഓപ്പൺ അല്ല, ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് കാണിക്കുന്നതാണ്. ഓക്കെ, എൻ്റെ ഷോപ്പിലേക്ക് മാത്രം ആക്കിയതാണ്. അപ്പം ഈ ഒരു വെബ്സൈറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആദ്യം ബില്ലിംഗ് തന്നെയാണ്. അതൊരു ചെറിയ സെർച്ച് കോളം ഉണ്ടാവും. അതിൽ നമ്മൾ സാധനത്തിൻ്റെ പേരടിക്കുക, അപ്പം ഐറ്റംസ് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കിലോഗ്രാം തൂക്കത്തിനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉള്ളി ഒക്കെ കൊടുക്കുക. ഇപ്പോൾ 500 ഗ്രാം ഉള്ളി ആണെങ്കിൽ അതിൽ 500 ഗ്രാം ഉള്ളി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പം നമ്മളിപ്പം തൂക്കം മാത്രമല്ല, എല്ലാവരും സാധനം കൊടുക്കാണ്ട് ബിസ്ക്കറ്റ്, ഐസ്ക്രീം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം അത് പീസുകളാണ്. അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ പുട്ടുപൊടി, അതൊക്കെ ഒരു പാക്കറ്റാണ്. അപ്പോൾ അതൊക്കെ പീസാണ്. ഇപ്പോൾ പുട്ടുപൊടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക, കൗണ്ട് കൊടുക്കുക, 1 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു പാക്കറ്റിന് എത്ര പൈസ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിലവിൽ ഈ സോഫ്റ്റ്വെയർ എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബില്ലിംഗ് മാത്രമാണ്. അതല്ലാതെ നമ്മുടെ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഓരോ തവണ ഓരോ സാധനം കൊടുക്കുമ്പോഴും ആ സ്റ്റോക്കിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന രീതിയോ അങ്ങനെയൊന്നുമില്ല. ഇതിലാകെ 3-4 പേജുകളേ ഉള്ളൂ. അതിൽ ഒരു പേജ് എന്ന് പറയുന്നത് ഈ ബില്ലിങ്ങിൻ്റെയാണ്. രണ്ടാമത്തെ പേജ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ പേജ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് കിലോഗ്രാമിലാണോ തൂക്കത്തിലാണോ എന്നുള്ളത് അതിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പേജാണ്. നാലാമത്തത് നമ്മുടെ വില വിവര പട്ടികയാണ്. ഓക്കെ, അപ്പം പട്ടിക വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പേജിൽ എല്ലാ സാധനങ്ങളുടെ പേരും അതിലുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ വില മാറ്റി കൊടുക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന, കാരണം നിങ്ങൾക്കറിയാം നമ്മളിപ്പം തക്കാളി, ഉള്ളി, പച്ചമുളക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡെയിലി വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ 1-2 രൂപ ചേഞ്ച് വരുന്ന കാര്യങ്ങളാണ്. അല്ലാതെ കൃത്യമായി നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ജസ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇതിന് വലിയ നോളജൊന്നും ആവശ്യമില്ല. ഇതിൽ വില വിവരമൊക്കെ മാറ്റുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ പേജ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതുപോലെ തന്നെ മൊബൈലുണ്ട്. ഇതിൻ്റെ ബാക്കി സ്റ്റൈലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടില്ല, ജസ്റ്റ് യൂസേജ് കാണിച്ചു തരാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇപ്പം തക്കാളി എന്ന് വേണമെങ്കിൽ തക്കാളി എന്ന് അടിക്കുക. ഓക്കെ, അപ്പം തക്കാളി ഇവിടെ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നത് എത്രയാണ് എന്നുള്ളത്, ഗ്രാംസ്. അപ്പോൾ നമ്മൾക്ക് കൊടുക്കാൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ 500 ഗ്രാം അടിക്കുക. ഓക്കെ അടിക്കുന്നത്. അപ്പോൾ തക്കാളി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് പുട്ടുപൊടി. ഓക്കെ, ഇപ്പോൾ പുട്ടുപൊടിയാണെങ്കിൽ പുട്ടുപൊടി അത് നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന തന്നെ ഇവിടെ മലയാളമായിട്ട് വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾക്ക് പുട്ടുപൊടി എത്ര പാക്കറ്റ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പാക്കറ്റാണ്, ഒരു പാക്കറ്റ് കണ്ടില്ലേ. അതുപോലെ തന്നെ ഇനിയിപ്പം ഉള്ളി വേണമെങ്കിൽ അത്. ഓക്കെ, അപ്പം ഏകദേശം ആ ഒരു റേറ്റ് വെച്ചിട്ട് ഇവിടെ നമ്മൾക്ക് സാധനങ്ങൾ വരും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഒരു ആഡ് ചെയ്ത പ്രൊഡക്റ്റ്, ഇപ്പം ഇവിടെ പുട്ടുപൊടി വേണമെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ കറക്റ്റായിട്ട് ടോട്ടൽ എമൗണ്ടും അതുപോലെ തന്നെ ഇവിടെ പ്രൈസും നിന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ പലഹാരങ്ങൾ പാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പലഹാരം എന്നുള്ളത് ഉണ്ടല്ലേ, പലഹാരം ഓരോ റേറ്റിനും ഉണ്ട്. അടിച്ച് നമ്മൾക്കറിയാം. അത് ഇപ്പം വ്യത്യസ്ത വിലയുള്ള പലഹാരങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരുവിധം റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം അതൊക്കെ സിമ്പിളാണ്, നമ്മൾക്ക് പെട്ടെന്ന് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് ഒരു പലചരക്ക് കടയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈസ് മാറ്റാം. അതുപോലെ തന്നെ ഇതിപ്പോൾ നിലവിൽ ഒരു മാസം 200 രൂപ എന്ന നിരക്കിലാണ് കൊടുക്കുന്നത് സബ്സ്ക്രിപ്ഷൻസ്. ഓക്കെ, ഒരു മാസം 200 രൂപ എന്ന നിരക്കിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ റേറ്റിൽ തന്നെ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇതിൽ അടുത്തായി നമ്മൾക്ക് പരിചയപ്പെടുന്നത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊരിക്കലും നമ്മളെ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നോ അല്ല വന്ന പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. നമ്മളെ കടയിലെ സാധനങ്ങളുടെ വിലക്കനുസരിച്ചിട്ട് ബില്ല് തയ്യാറാക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രൊഡക്റ്റ്
ആഡ് ചെയ്യുന്ന പേജിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇതാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന പേജ്. ഇത് നമുക്ക് ഇവിടെ ആഡ് ന്യൂ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിലവിൽ ഇവിടെ നമ്മൾ മലയാളത്തിലാണ് എഴുതി കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ പ്രൊഡക്റ്റ് ടാഗിൽ ഉള്ളിന്നോ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുക. അപ്പം അതവിടെ വന്ന് കിടക്കും. പിന്നെ സെർച്ച് ബോക്സിൽ ഈ ഒരു ഷോർട്ട് ഫോമിൽ എന്തെങ്കിലും ഒരു ഭാഗം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഏതാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും ഈ ആക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾക്കത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന പേജ്. അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മുടെ വില അപ്ഡേറ്റ് ചെയ്യുന്ന പേജാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ വില വിവര പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കാറ്റഗറി ആയിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് തന്നെ വെജിറ്റബിൾസ് ആണ് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങളും മറ്റുള്ള എല്ലാ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി സോപ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് 20 രൂപ മുതൽ മുകളിലേക്കുള്ള സോപ്പുകളുണ്ട്. ഇതിൽ 10 രൂപയുടെ ആഡ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ചെയ്യുന്നവർക്ക് 10 രൂപ വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ സോപ്പ് 10 വരെ ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം അത്രയും സിമ്പിളാണ് ഇതിൽ ഓരോ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വില ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പം നിലവിലിപ്പം ഇവിടെ ഉള്ളിയുടെ വില കൊടുത്തിരിക്കുന്നത് 32 രൂപയാണ്. അത് 30 രൂപ വേണമെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, 30 ടൈപ്പ് ചെയ്യുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക. പ്രൈസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഫോണിലും ചെയ്യുമ്പോഴും സെയിം പേജ് സെയിം ഓപ്ഷൻ അതുപോലെ തന്നെയാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫോണിൽ ചെയ്തില്ല, PC-യിൽ, അതുകൊണ്ടാണ് PC-യിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജ് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി പേജ്. അതായത് നമ്മളിപ്പോൾ ഇതിലൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, നമുക്ക് ഭാവിയിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്തതിൽ മാറിപ്പോയെങ്കിൽ അത് കിലോഗ്രാം ആയിട്ടാണോ ബില്ലിങ് ചെയ്യേണ്ടത്, അല്ല ഒരു പീസായിട്ടാണോ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒന്ന് തൊട്ടുകൊടുത്താൽ അത് പീസായി മാറി. ഓക്കെ, പിന്നെ ഇതിൽ നമ്മളിപ്പം അടിക്കുമ്പോൾ പീസിൻ്റെ പ്രൈസിലാണ് വരാം. ഇതാണ് കിലോഗ്രാം. കിലോഗ്രാം ആകുമ്പം ഗ്രാംസിലാണ് തൂക്കുക, 1 കിലോ എന്നുള്ളതല്ല. അപ്പം 1 കിലോ ആണെങ്കിൽ അവിടെ 1000 എന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും. 1/2 കിലോ ആണെങ്കിൽ 500. ഓക്കെ, ആ രീതിയിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുന്ന പേജ്. ഇവിടെ നമുക്ക് കിലോഗ്രാം ആണോ അല്ല അത് പീസാണോ എന്നുള്ളത് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അത്രയും സിമ്പിളാണ്. ഓക്കെ, അടുത്ത ഒരു പേജ് എന്ന് പറയുന്നത് പിന്നെ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിലാകെ വരുന്ന പേജ് ഒന്ന് ബില്ലിങ്ങും പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതും പിന്നെ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യുന്നത്, കിലോഗ്രാം ആണോ പീസാണോ എന്നതിൽ സെറ്റ് ചെയ്യുക. ഇത്രയും മാത്രമേ ഇതിലുള്ളൂ. സിമ്പിൾ സംഭവമാണ്. ഇത് നിലവിലിപ്പോൾ നമ്മൾ 200 രൂപയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തേക്ക്. ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഫോണിലായാലും PC-യിലായാലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത്, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അതല്ല ഫോണാണെങ്കിൽ ഫോണിലായാലും ഇതേപോലെ തന്നെ ബില്ല് തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് കണക്കൂട്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഇതിലുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഫീച്ചറോ വേണമെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചറും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ സേവ് ബില്ല് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് നമുക്ക് ഡൗൺലോഡ് ആവും. ഓക്കെ, പിന്നെ നമുക്ക് തുറന്നു നോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പക്ഷേങ്കിൽ ഈ ബില്ല് നിലവിലിപ്പോൾ കമ്പ്യൂട്ടറിലാണ് ശരിക്കും നമ്മൾക്ക് കാണുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ടെക്സ്റ്റ് മലയാളത്തിലായതുകൊണ്ട് ഈ തക്കാളി ഉള്ളി എന്നൊക്കെ ഇതിട്ട് കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആയി വരും. ഫോണിൽ അതിനെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിലേക്ക് വേണ്ടി ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ തരാം. അതിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന പോലെ ബില്ലിങ് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഞാൻ പറഞ്ഞ ജസ്റ്റ് ഈ പേപ്പറിൽ എഴുതി കൂട്ടുന്ന ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കടകളുണ്ട്. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാം മൊബൈൽ ഫോണിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഉള്ളിയാണെങ്കിൽ അത് മലയാളത്തിൽ ഉള്ളിയും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ULI എന്ന് അടിക്കുമ്പോൾ തന്നെ അത് വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇംഗ്ലീഷ് ഒന്നും പ്രോബ്ലം ഇല്ല, നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു ഫീസ് ഉണ്ട്. അത് കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.